ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയല്ല ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാം. ഞാൻ ബസ്മതി റൈസിലാട്ടോ ഉണ്ടാക്കണത്. 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാളയും അതും ഇതൊക്കെ വേണം. അതും ഇതല്ല, ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ച് വെക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ച് വെക്കണം കേട്ടോ. ചതയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നൈന് കുട്ടിയുണ്ട് കേട്ടോ. നൈനുവിന് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അവളുണ്ട്. നൈഹു കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടി എടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിൽ അതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്നൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. അതിന് മുന്നേ നമ്മൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കണം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് സവോള അരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ അതും ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒഴിക്കേണ്ടത് തൈരാണ്. കട്ടത്തൈരൊക്കെയാണ് ഒഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് മോര് പോലത്തെ തൈരായിരുന്നു. അത് ഞാൻ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു, സാരമില്ല. പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടുതൽ മല്ലിയില ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ച നമ്മുടെ ബസ്മതി റൈസ് ഇല്ല അതും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതിൽ വെള്ളം ഒഴിക്കാം. എൻ്റെ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോയി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ ബസ്മതി റൈസിക്ക് 1.5 കപ്പ് വെള്ളമാണോ 2 കപ്പ് വെള്ളമാണോ? ഞാൻ 1.5 കപ്പ് എടുത്തോളൂ. പക്ഷേ വെന്തില്ല അരി, സാരമുള്ള. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നാരങ്ങ നീര്, പിന്നെ നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇടണം. എന്നിട്ട് അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. റൈസ് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്ത് വരുമ്പോൾ വേവിച്ചെടുക്കണം. പക്ഷേ എൻ്റെ വെന്ത് വരുമ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് ബിരിയാണി. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.